ഹായ് എല്ലാവർക്കും രേഖാസ് കിച്ചൻ വേണ്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുതിരയും ക്യാരറ്റും കൂടി ഇട്ട് വെച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മുതിരയും ക്യാരറ്റും കുത്തി കാച്ചാൻ വേണ്ടിയിട്ടത് കുറച്ച് മുതിര എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 2 ക്യാരറ്റ് ഇതേ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് കാച്ചാനായിട്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മുതിര കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. മുതിര ഇടാനായിട്ട് ഇതേ കുക്കറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കഴുകി വെച്ച മുതിര ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് മുതിര വേവിക്കാനുള്ള വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം 1 ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി നമുക്കിതിൽ 1 ഗ്ലാസ് മതിയാവില്ല, നമുക്ക് കുറച്ചധികം വേണം. എന്തായാലും 2.5 ഗ്ലാസോളം വെള്ളം വേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മൾ മുതിര ഇതേപോലെയാണ് മുങ്ങി കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഒരു 5 വിസിൽ വരെ കേൾപ്പിക്കാം. മുതിരയുടെ വേവ് അനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചിരിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 5 വിസിലൊക്കെ അടിച്ചിട്ട് നമ്മൾ ഓഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുക്കറിൻ്റെ എയറൊക്കെ നന്നായി പോയിട്ടുണ്ടോ നോക്കാം. കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൂടി തുറന്നിട്ട് മുതിര വെന്തോന്ന് നോക്കാം കേട്ടോ. നമ്മൾ പറഞ്ഞ പോലെ ആവശ്യത്തിനുള്ള വെള്ളമുള്ളൂ. അപ്പോൾ നമുക്ക് മുതിരക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം അതൊന്ന് വെന്തോന്നൊക്കെ നോക്കാം കേട്ടോ. മുതിരയ്ക്ക് കുറച്ചും കൂടി ഒരു വേവുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 7 വിസിലെങ്കിലും അടിക്കണം. അപ്പോൾ നമ്മൾ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് നമുക്കതിൻ്റെ ഒപ്പം തന്നെ 2 വിസിലും കൂടി അടിക്കാം. അപ്പോൾ നമുക്ക് നന്നാക്കി വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളത് ക്യാരറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മുതിരയായിട്ട് നമുക്കിതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൽ നമുക്ക് വെള്ളം പോരഞ്ഞ് കുറച്ചൊരു 1/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിതിൽ ഉപ്പ് പോരഞ്ഞ് നമ്മൾ ഒന്നെങ്കിൽ ഇതിൻ്റെ ഒപ്പം ഉപ്പിടാം, അതല്ലെങ്കിൽ നമ്മൾ കൂട്ടാൻ കാച്ചുമ്പോൾ ഉള്ളിലൊപ്പം ഉപ്പിട്ട് കഴിഞ്ഞാൽ കറക്റ്റാവും. നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് 2 വിസിലടിക്കാം കേട്ടോ. ഇത് നമ്മൾ വെള്ളം തീരില്ലാണ്ട് ഉപ്പേരി പോലെയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ 2 വിസിലൊക്കെ അടിച്ച് വീണ്ടും ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എയറൊക്കെ പോയി നമുക്ക് ക്യാരറ്റൊക്കെ നല്ലപോലെ വെന്തോന്നൊക്കെ നോക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളതൊന്ന് കാച്ചി കൊടുക്കാനായിട്ട് കുറച്ചൊരു പാന് കടപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് നമുക്ക് കുഴമ്പ് രൂപത്തിൽ എടുക്കണമെങ്കിൽ എടുക്കാം. ഉപ്പേരി വെള്ളം വറ്റിച്ച് ഉപ്പേരി പരുവത്തിൽ അങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്കിത് ചതച്ച് വെച്ച ഉള്ളി വേപ്പിച്ചാലും ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളി എല്ലാതും മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച മിളക് ചേർത്ത് കൊടുക്കാം. അതൊരു 1/4 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. പേര് വേണമെന്നുള്ളവർക്ക് ഇത്തിരി കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാട്ടാം. അപ്പോൾ നമ്മുടെ മിളകെല്ലാതും നന്നായി മൂത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ക്യാരറ്റും മുതിരയും ചേർത്ത് കൊടുക്കും. ഇനി അതിലേക്ക് നമുക്ക് കാണിച്ച നാളികേരം ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം എല്ലാം കൂടി നന്നായി മിക്സ് ആക്കിയിട്ട് ഒരു കുഴമ്പ് രൂപത്തിലാവുമ്പോൾ നമുക്കിത് സ്റ്റൗവൊക്കെ ഓഫാക്കാം. അപ്പോൾ നമ്മുടെ കറി കുറച്ച് കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിനും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ മുതിരയും ക്യാരറ്റും കറിയല്ല, ഞാൻ പറഞ്ഞ പോലെ നേരത്തെ കുഴമ്പ് രൂപത്തിലാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. ഇത് കുറച്ചും കൂടി നമുക്ക് വെള്ളം വറ്റിച്ച് ഉപ്പേരി പരുവത്തിലായിട്ട് എടുക്കണമെന്നവർക്ക് എടുക്കാട്ടോ. അപ്പോൾ നമ്മൾ മുതിരയുടെ വേവ് സ്വല്പം കുറച്ചാൽ മതി, അപ്പോഴാണ് അത് അങ്ങനെ കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടൺ കൂടി അടിക്കുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. വീണ്ടും ഒരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റ ബൈ ബൈ.